വ്യൂ എന്ന് പറയുന്നത് നമുക്ക് വെർച്വലി ഒരു ടേബിളിലേക്ക് കണ്ടന്റ് എടുത്ത് വെക്കുന്ന പരിപാടിയാണ് ശരിക്കും വ്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അതിപ്പോൾ ജോയിൻ ചെയ്തിട്ടായിക്കോട്ടെ, അങ്ങനെ എന്ത് കാര്യം ആയിക്കോട്ടെ, നമുക്കത് എന്താ പറയാ, വെർച്വൽ ടേബിളിലേക്ക് എടുത്തു വെക്കുന്നു. ദെൻ ടേബിളിന് നെയിം കൊടുക്കാതെ വെർച്വൽ ടേബിളിന് നമ്മൾ വ്യൂവിന് ഒരു പേര് കൊടുത്തു കഴിഞ്ഞാൽ ആ പേര് യൂസ് ചെയ്തിട്ട് നമുക്ക് സെലക്ട് ചെയ്ത് ഡിസ്പ്ലേ ചെയ്ത് കാണാം. അത്രേ ഉള്ളൂ. വ്യൂ എന്ന് പറയുന്നത് വെർച്വൽ ടേബിളിലേക്ക് നമ്മൾ ഡാറ്റ സ്റ്റോർ ചെയ്ത് വെക്കുന്നു, ദെൻ അവിടെ നിന്ന് ആക്സസ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ സാധാരണ ഒരു ടേബിളിനെ സംബന്ധിച്ച് നമുക്ക് അതുകൊണ്ട് വലിയ ഗുണമൊന്നുമില്ല. പക്ഷെ ജോയിൻ ഒക്കെ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി ഉള്ള രണ്ട് ടേബിളിലുള്ള ഒന്നോ രണ്ടോ ആട്രിബ്യൂട്ട്സ് എടുത്തിട്ടൊക്കെ അല്ലേ ചെയ്യുക. അപ്പം അത് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിസ്പ്ലേ ചെയ്യാൻ പറ്റും. ദെൻ അവിടെ നിന്നുകൊണ്ട് അപ്ഡേഷൻ ചെയ്യാൻ പറ്റും, ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാം, അങ്ങനെ പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. വെർച്വലി ചെയ്ത് നമുക്ക് ആവശ്യമുള്ള ഔട്ട്പുട്ട് എടുക്കാം. ഒറിജിനലി ഉള്ള ടേബിളിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അതാണ് വ്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു രണ്ട് ടേബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ടേബിളിന്റെ നെയിം കണ്ടോ? ഏതൊക്കെ ടേബിളിന്റെ നെയിം? യെസ്, സ്റ്റുഡന്റ് ഡീറ്റെയിൽസും സ്റ്റുഡന്റ് മാർക്കും കൊടുത്തിട്ടുണ്ട്. സ്റ്റുഡന്റ് ഡീറ്റെയിൽസിൽ SID ഉണ്ട്, നെയിം ഉണ്ട്, അഡ്രസ് ഉണ്ട്, ക്ലാസ് ഉണ്ട്. ദെൻ സ്റ്റുഡന്റ് മാർക്ക് എന്ന് പറയുന്ന ടേബിളിൽ SID ഉണ്ട്, നെയിം ഉണ്ട്, സബ്ജക്റ്റ് ഉണ്ട്, മാർക്ക് ഉണ്ട്. ഓക്കെ, ആദ്യത്തെ ഫസ്റ്റ് വ്യൂ ആണ്. വ്യൂ ചെയ്യുന്നത് എങ്ങനെയാണ്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ക്രിയേറ്റ് എ വ്യൂ ദാറ്റ് ഷോസ് ഓൺലി നെയിം ആൻഡ് ദി അഡ്രസ് ഫ്രം ദി സ്റ്റുഡൻസ് ടേബിൾ. ഓക്കെ, അപ്പൊ സ്റ്റുഡൻസ് ടേബിളിൽ നിന്ന് എനിക്ക് എന്ത് മാത്രം മതി? നെയിമും അഡ്രസ്സും മാത്രം മതി. ഇതിപ്പോൾ നമ്മൾ ഒറ്റ ടേബിളിൽ നിന്നാണ് എടുക്കുന്നത്, അതുകൊണ്ട് വലിയ ഗുണങ്ങളൊന്നുമില്ല. ജസ്റ്റ് നമുക്ക് ഒരു ടേബിളിൽ നിന്ന് വ്യൂ യൂസ് ചെയ്ത് റെപ്രസെന്റ് ചെയ്ത് കാണിക്കാൻ പറ്റും എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ചെയ്തിരിക്കുന്നത്. അതായത് വ്യൂ ഇൻ സിംഗിൾ ടേബിൾ, അതിന് വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ. ഇതുകൊണ്ട് നമുക്ക് ഗുണമൊന്നുമില്ല, കാരണം നമുക്ക് സെലക്ട് യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് സംഭവം കിട്ടും. ഓക്കെ, അപ്പൊ ഇതെങ്ങനെ കൊടുക്കുന്നതെന്നൊന്ന് നോക്കിയോ. ക്രിയേറ്റ് വ്യൂ നെയിം. ഓക്കെ, നമ്മൾ സാധാരണ കൊറി കൊടുക്കുന്നതിന് സ്റ്റാർട്ടിങ്ങിൽ ക്രിയേറ്റ് വ്യൂ നെയിം കണ്ടോ. ഈ വ്യൂ നെയിം യൂസ് ചെയ്തിട്ട് എനിക്ക് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റും. ഡാറ്റ നമുക്ക് ആക്സസ് ചെയ്യണമെങ്കിൽ ഈ എന്താ പറയുക, സ്റ്റുഡൻറ് ഡീറ്റെയിൽസ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. സ്റ്റുഡൻറ് വ്യൂ എന്ന് പറയുന്ന നെയിം യൂസ് ചെയ്തിട്ട് നമുക്ക് ഡാറ്റയെ സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും. ഈ സിംഗിൾ ടേബിളിലുള്ള പരിപാടി നമുക്കതൊരു വലിയ ആവശ്യമൊന്നുമില്ല, പക്ഷെ കാണിച്ചു തരുന്നു എന്നുള്ളൂ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഈ രണ്ട് ടേബിൾ ക്രിയേറ്റ് ചെയ്യുക. ദെൻ ക്രിയേറ്റ് വ്യൂ, ഇഷ്ടമുള്ള എന്താണെന്ന് വെച്ചാൽ വ്യൂവിൻ്റെ നെയിം കൊടുക്കുക, ആസ്, അതാണ് ഉദ്ദേശിക്കുന്നത്, ആസ്. ദെൻ നമ്മുടെ എന്താണോ ഇപ്പോൾ റിട്രീവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് അത് റിട്രീവ് ചെയ്തെടുക്കാം. ഇത് ആ ടേബിളിൽ നിന്ന് തന്നെ ആയതുകൊണ്ട് നമുക്ക് വലിയ ഗുണമൊന്നുമില്ല, നമ്മൾ ജസ്റ്റ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ജോയിനും ഒക്കെ ചെയ്യുമ്പോഴത്തേനുമാണ് എന്താ പറയുക, ശരിക്കും വ്യൂവിൻ്റെ ആവശ്യം വരിക. ഓക്കെ, അതായത് വെർച്വലായിട്ട് നമുക്ക് കമ്പൈൻഡ് ആയിട്ട് എടുക്കാൻ പറ്റും. ഓക്കെ, അടുത്തൊരെണ്ണം നോക്കിക്കേ. ക്രിയേറ്റ് എ വ്യൂ ദാറ്റ് ഷോസ് സ്റ്റുഡൻസ് ഹൂസ് SID ഈസ് ലെസ് ദാൻ 5. 5-നേക്കാളും ചെറുതായിട്ടുള്ള SID ഉണ്ടെങ്കിൽ ആ സ്റ്റുഡൻസിന്റെ ഒന്ന് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാൻ. അപ്പൊ ഇത് ക്രിയേറ്റ് വ്യൂ, ഇഷ്ടമുള്ള വ്യൂവിന് നെയിം കൊടുത്തു, ആസ്, സെലക്ട് നെയിം ആൻഡ് അഡ്രസ് ഫ്രം സ്റ്റുഡന്റ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ ടേബിളിൽ നിന്ന് തന്നെയാണ്. അതും സിംഗിൾ ടേബിളിന്റെ ട്രാൻസാക്ഷൻ ആണ്. കണ്ടീഷൻ കൊടുത്തിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇതും ഒന്ന് ജസ്റ്റ് ഒന്ന് ചുമ്മാ ഒന്ന് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാമോ? സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡന്റ് വ്യൂ, സെലക്ട് സ്റ്റാർ ഫ്രം ഡീറ്റെയിൽസ് വ്യൂ എന്നെടുത്ത് നോക്കണം. അപ്പൊ വ്യൂ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്കറിയാമല്ലോ. വ്യൂവിൽ നിന്ന് ഡാറ്റ, ആ വെർച്വൽ ടേബിളിൽ നിന്ന് ഡാറ്റ ഡിസ്പ്ലേ ചെയ്യുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം കേട്ടോ. ഈ ആദ്യത്തെ രണ്ട് കൊറി ക്രിയേറ്റ് ചെയ്യാനുള്ളത് ജസ്റ്റ് സിംഗിൾ ടേബിളിൽ നിന്ന് വ്യൂ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ക്രിയേറ്റ് എ വ്യൂ ദാറ്റ് ഷോസ് സ്റ്റുഡൻസ് ഫ്രം എ സ്പെസിഫിക് ക്ലാസ്. അത് പ്രത്യേകിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, 10A എന്ന് പറഞ്ഞിട്ടുണ്ട്. താഴെ നമ്മൾ അതിന്റെ ഇൻപുട്ട് കൊടുത്തിട്ടുണ്ട്, ഡാറ്റ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിൻ്റെ നോക്കിയിട്ട് പറയാം. നോക്കിയേ, ക്രിയേറ്റ് വ്യൂവിന്റെ നെയിം, ആസ്, സെലക്ട് നെയിം അഡ്രസ് ഫ്രം സ്റ്റുഡന്റ് ഡീറ്റെയിൽസ് വെയർ ക്ലാസ് ഈക്വൽ ടു 10A. അതും സിംഗിൾ ടേബിളിന്റെ കേസ് തന്നെയാണ്. ക്ലാസ് വന്നിരിക്കുന്നത് എവിടെയാ? ആദ്യത്തെ ടേബിളിൽ തന്നെയല്ലേ. അപ്പം അതും സിംഗിൾ ടേബിളിന്റെ കൊറി തന്നെയാണ്. ജസ്റ്റ് കണ്ടീഷൻ കൊടുത്തിട്ടുണ്ട്. കണ്ടീഷൻസിനൊക്കെ ഒരു ഇത്തിരി വ്യത്യാസമുണ്ട് എന്ന് മാത്രമല്ലാതെ വേറെ ഒരു വ്യത്യാസവും ഇല്ല. അടുത്തൊരെണ്ണം നോക്കിക്കേ. ക്രിയേറ്റ് എ വ്യൂ
that shows student name and marks using both tables. അപ്പൊ ഇവിടെ നോക്കിയേ, ഇവിടെ നെയിം എവിടെയാ ഇരിക്കുന്നത്? നെയിം ഏത് ടേബിളിലാ? നോക്കിക്കേ, നെയിം ഏത് ടേബിളിലാ? സ്റ്റുഡന്റ് ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ടേബിളിലാണ്. മാർക്ക് എവിടെ ഇരിക്കുന്നത്? സ്റ്റുഡന്റ് മാർക്സ് എന്ന് പറയുന്ന ടേബിളിലായിരിക്കുന്നത്. ഓക്കെ ആണോ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് എന്താ ചെയ്തിരിക്കുന്നതെന്ന് നോക്കി, ജോയിൻ ചെയ്തു അല്ലെ. ജോയിൻ നിങ്ങൾക്ക് എന്താ പറയാ, രണ്ടിൽ നിന്നും ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ. അപ്പൊ നിങ്ങൾ ജോയിൻ എന്ന് പറഞ്ഞ് കൊടുത്ത് ചെയ്തു നോക്കുക കേട്ടോ. ജോയിൻ വർക്ക് ചെയ്തില്ലെങ്കിൽ ഇവിടെ ഇപ്പൊ നമുക്ക് കോമൺ ആയിട്ട് എന്താ വേണ്ടേ? കോമൺ ആയിട്ട് കൊടുക്കുന്നത് സ്റ്റുഡന്റ് ഡീറ്റെയിൽസ് ഡോട്ട് SID ഉണ്ട്, സ്റ്റുഡന്റ് മാർക്സ് ഡോട്ട് SID ഉണ്ട്. അപ്പൊ നിങ്ങൾ ജോയിന്നോ ഇന്നർ ജോയിന്നോ കൊടുക്കാലോ. ഇന്നർ ജോയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? കോമൺ ആയിട്ട് വരുന്നത് ഏതാണോ അത് അല്ലെ. SID കോമൺ ആയിട്ട് വരുന്നത് ഏതാണോ അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് കിട്ടും. അപ്പൊ ജോയിൻ കൊടുക്കണ്ട, ഇന്നർ ജോയിൻ കൊടുക്കുക. ഓക്കെ ആണോ? ഓക്കെ. അപ്പൊ ഇങ്ങനെ രണ്ട് ടേബിളിൽ നിന്ന് ജോയിൻ യൂസ് ചെയ്ത് റിട്രീവ് ചെയ്തെടുക്കാൻ നമുക്ക് എന്താ? വ്യൂ യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ ആണോ? ജോയിൻ ഓൾറെഡി നമ്മൾ ചെയ്തതല്ലേ. ഇന്നർ ജോയിൻ യൂസ് ചെയ്തോ കേട്ടോ. അടുത്ത് നോക്കിയേ, ക്രിയേറ്റ് എ വ്യൂ ദാറ്റ് ഷോസ് നെയിം, നെയിം, അഡ്രസ്, സബ്ജക്ട് ആൻഡ് മാർക്സ്. അപ്പം ഇവിടെ എടുക്കുമ്പോഴും ഇതുപോലെ തന്നെ രണ്ട് ടേബിളിൽ നിന്ന് ആക്സസ് ചെയ്യുന്നതാണ്. കോമൺ ആയിട്ട് വരുമ്പം ജോയിൻ മാത്രം ഒന്ന് കൊടുത്തു നോക്കൂ. ഇന്നർ ജോയിൻ ആണെന്ന് തോന്നുന്നു, അത് സ്പെസിഫൈ ചെയ്ത് വരുമ്പോഴത്തേന് ഒന്ന് നോക്കണേ. അപ്പം ഇത് രണ്ട് ടേബിളിൽ നിന്നുള്ള കമ്പൈൻ ചെയ്തിട്ടുള്ളതാണ്. നമുക്ക് വ്യൂ ശരിക്കും ജോയിന്റ് കൂടെയാണ് നോർമലി യൂസ് ചെയ്യാറുള്ളത്. സിമ്പിൾ അല്ലേ ഇത്? ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? എന്നാൽ ഇന്നൊന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. അടുത്ത ദിവസം നമുക്ക് ട്രിഗറിലേക്ക് പോകാം. മിസ് പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ എന്തായാലും അടുത്ത ദിവസത്തേക്ക് പോവാം. ഞാൻ മിസ്സുമായിട്ടൊന്ന് സംസാരിക്കട്ടെ. നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. എന്നിട്ട് നമുക്ക് നോക്കാം. ഓക്കെ. അപ്പൊ എന്നാൽ ഇതൊന്ന് ചെയ്ത് നോക്കിയാലേ. ഞാൻ ഇട്ടിരിക്കുന്നത് ട്രിഗർ ആണെന്ന് തോന്നുന്നു. ഓക്കെ, ഞാൻ അതിന്റെ അസൈൻമെന്റ് മാറ്റിയിട്ടോളാം. അപ്പൊ ഇതൊന്ന് ചെയ്ത് നോക്കുക. ഇത് സിമ്പിൾ അല്ലേ? നമ്മൾ നോർമലി നേരത്തെ ജോയിൻ ചെയ്തിട്ടുള്ളതുകൊണ്ട് കുഴപ്പമില്ല. നേരത്തെ നമ്മൾ കൊറിയൻ ചെയ്തിട്ടുണ്ട്. ഒന്ന് മാത്രമേ ഉള്ളൂ, വ്യൂ ക്രിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിയേറ്റ് വ്യൂ നെയിം ആസ് കഴിഞ്ഞിട്ട് നമ്മുടെ എന്താണോ കൊറി ആ കൊറി കൊടുക്കും. ഓക്കെ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ എന്ന് പറഞ്ഞേ. മിസ് ട്രിഗറിന്റെ ക്വസ്റ്റ്യൻ മിസ് പറഞ്ഞു. എനിക്ക് തോന്നുന്നു മിസ് കുറച്ചെണ്ണം DBMS ലാബിൽ പഠിക്കൂലോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആണല്ലേ? അന്ന് കുഴപ്പമില്ല, നമുക്ക് വ്യൂ ഇന്നിപ്പോ വ്യൂ ചെയ്യാം, കുഴപ്പമില്ല. അടുത്ത ദിവസം നമുക്ക് ട്രിഗർ ചെയ്യാം. ഓക്കെ.